നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് 25 കൊണ്ട് ഏതൊരു സംഖ്യയും ഹരിക്കുന്നതിനുള്ളൊരു ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ തന്ത്രത്തിനായിട്ട് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമുക്കുണ്ട്. ഉദാഹരണങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് 125 125നെ എങ്ങനെ 25 കൊണ്ട് എളുപ്പത്തിൽ ഹരിക്കാമെന്ന് നോക്കാം. അതായത് ആദ്യം 125നെ 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിച്ചാൽ 500 വരുന്നത് അല്ലേ. അപ്പോൾ 500 വന്നിരിക്കുന്നത്. 25 രണ്ട് സംഖ്യകളാണ് നമ്മൾ. അപ്പോൾ 2 അക്കങ്ങൾ മാറ്റി ദശാംശം കൊടുക്കുക. അപ്പോൾ 5.00 എന്ന് വരും. അപ്പോൾ 125 ഭാഗം 25 എന്ന് പറയുന്നത് 5. ഇതുപോലെ നമുക്ക് അടുത്തൊരു സംഖ്യ നോക്കാം. 225 ഭാഗം 25 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 225 ഗുണം 4 നോക്കുക. അപ്പോൾ 900 കിട്ടും. ഈ 900-ലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 2 സ്ഥാനം. 25-ന് 2 അക്കങ്ങളാണ്, അതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 9.00 എന്ന് വരും. അപ്പോൾ 225 ഭാഗം 25 എന്ന് പറയുന്നത് 9. ഇനി അടുത്തതായി 247 നോക്കുക. 247 ഇതുപോലെ തന്നെയാണ്. 247നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 988 എന്ന് വരും. ഇതിലും 2 സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് 9.88 എന്ന് വരും. ഉത്തരമെന്ന് പറയുന്നത് 247 ഭാഗം 25 എന്ന് പറയുന്നത് 9.88 എന്നാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. 355 ഭാഗം 25. ഇതിനായി 355 ഗുണം 4 നോക്കുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 1420 എന്നാണ് ഉത്തരം വരുന്നത്. ഇതിലും 2 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 14.20 എന്നാണ് നമ്മുടെ ഉത്തരം വന്നിരിക്കുന്നത്. അതായത് 355 ഭാഗം 25ന്റെ ഉത്തരം എന്ന് പറയുന്നത് 14.20 എന്നതാണ്. ഇനി അവസാനമായി നമുക്ക് അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. 625 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 625 ഭാഗം 25 എന്ന് പറയുമ്പോൾ 625നെ 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് വരുന്നത്? 2500 വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 അക്കങ്ങൾ മാറ്റി കുത്തിടുക. അതായത് 25.00 എന്ന് വരും. അതായത് 25 എന്നതാണ് 625 ഭാഗം 25ന്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഏതൊരു സംഖ്യയും 25 കൊണ്ട് നമുക്ക് ഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗണിതം മധുരം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.